ഹലോ വണക്കം ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ഡിസംബർ 10-11 തോന്നുന്നു ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ നടക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു MLA ഒരു MP തിരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ഷൻ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബിക്കോസ് അവരെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടാൽ പിന്നീട് അവരെ ഒന്ന് കാണണം അല്ലെങ്കിൽ അവരുടെ ഒരു പേപ്പർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പേരെ കാത്തിരിക്കേണ്ടി വരും, ഒരുപാട് നാളുകൾ കാത്തിരിക്കേണ്ടി വരും. ഇത് നമ്മളുടെ ഒരാളെയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ മുകളിലേക്ക് എലിവേറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളെയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. സോ അയാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് നാളെ ഒരു പ്രശ്നം വന്നാൽ ഓടിപ്പോയി കാണാൻ പറ്റുന്ന ഒരാളാണ്. സോ നിങ്ങൾ സെൻസിബിൾ ആയിട്ട് ആളെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഒരു പാർട്ടിയും നോക്കണ്ട. അതായത് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ആള് നമുക്ക് വേണ്ടി സംസാരിക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളും മുകളിലേക്ക് അത് എത്തിക്കും, അത് എലിവേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാൾക്ക് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ. ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ റോഡില്ല, അല്ലെങ്കിൽ റോഡ് ടാർ ചെയ്യണം, അല്ലെങ്കിൽ തോടാവുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ തോട് വെട്ടണം, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമുക്ക് ഇവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള കാര്യങ്ങൾ. ഇപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഇതിന് മുകളിലും കാര്യങ്ങളുണ്ടാവാം. ഇപ്പോൾ ചിലർക്കൊക്കെ BPL കാർഡ് കിട്ടേണ്ടവർക്ക് APL കാർഡ് വെച്ചിട്ട് ഇപ്പോഴും റേഷൻ വാങ്ങാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ വേണം നമ്മളിപ്പോൾ ഇവിടുന്ന് തിരഞ്ഞെടുത്ത് വിടാൻ. അല്ലാതെ ഇപ്പോൾ നമ്മൾ പൊതുവേ പറയും ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് വന്നിട്ട് നാളെ ഇയാളെ കാണില്ല എന്നല്ല. അങ്ങനെ കാണാൻ പറ്റുന്ന ഒരാളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ, അല്ലേ? അപ്പം നാളെ നമുക്ക് മാറ്റി പറയാൻ പറ്റണം, ഇന്ന ആളെ തിരഞ്ഞെടുത്ത് വിട്ടതുകൊണ്ട് നമുക്ക് ഇന്നതൊക്കെ കിട്ടി എന്ന് പറയാൻ പറ്റണം. അപ്പൊ അങ്ങനെ ഒരാളെ വേണം നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ഇവിടുന്ന് എലക്ട് ചെയ്ത് വിടാൻ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഇവിടെ നമ്മൾ പാർട്ടി നോക്കുകയല്ല, ഒന്നും നോക്കണ്ട. നമുക്ക് ഗുണമുള്ള ഒരാളാണോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധനായ ഒരാളാണോ എന്ന് മാത്രം നോക്കി അയാളെ നിങ്ങൾ ജയിപ്പിക്കുക. എനിക്കറിയാം നമ്മുടെ കേരളത്തിൽ കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ടാണ് നമ്മൾ ആളുകൾ വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആളുകളൊന്നും കാണാൻ പറ്റില്ല. ചിലരൊക്കെ കടക്ക് പുറത്തെന്ന് പറയും, ചിലർ ഷെയ്ക്ക് ഹാൻഡ് തന്നോടനെ സാനിറ്റൈസ് ഇട്ടോ അല്ലെങ്കിൽ കൈ കഴുകും. ഇത് രണ്ടുമല്ല. കുറച്ച് പേര് പറയും ഞങ്ങൾ ഭരണപക്ഷമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മുടെ ജനങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ നിൽക്കുന്ന ഒരാളെയാണ് നമ്മളിപ്പോൾ കൈപിടിച്ച് കയറ്റിവിടാൻ പോകുന്നത്. അപ്പോൾ അത് മാത്രം നിങ്ങൾ ആലോചിച്ച് വോട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ. ഇല്ലെങ്കിൽ മറ്റേ സീനായിരിക്കും ലാസ്റ്റ് കാണുന്നത്. ഞാൻ ലാസ്റ്റ് ഇടാം, ആ സീൻ ഞാൻ ഇടാം. ബൈ.